വെൽക്കം ടു അവർ ചാനൽ. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ അതാ ഞാനും ചേച്ചിയും കൂടി ടൗണിൽ വരെ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർക്ക് സ്കൂൾ ബാഗും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോൾക്ക് ചേച്ചി പിന്നെ നേരത്തെ ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് ഇവർ ടൗണിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുട്ടികൾക്ക് പുതിയ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ട് നമ്മുടെ പുല്ലൂർ തന്നെയുള്ള സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ട് ബാഗൊക്കെ വാങ്ങിക്കാൻ പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെ കാര്യം ഏകദേശമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ അഡ്മിഷൻ എടുത്തില്ല, അല്ലാണ്ട് ഇതൊന്ന് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓക്കെയാണ്, സ്കൂൾ ഓക്കെ ആണെന്നുള്ള രീതിയിൽ പിന്നെ നമ്മുടെ ബാഗൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട്. അപ്പോൾ ടൗണിൽ തന്നെയുള്ള നമ്മുടെ ഒരു കടയിലാണ് വന്നത്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ബാഗുകളാണ് നമ്മളതിൽ നോക്കിയത്. രണ്ടു പേർക്കും ഒരുപോലെ കളർ ചേഞ്ചിൽ ഒരേ മെറ്റീരിയലും അതുപോലെ ഒരേ ഡിസൈനും വരുന്ന ബാഗുകളാണ് രണ്ടുപേർക്കും വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ലേഡീസിൻ്റെ ബാഗുകളായാലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ബാഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവർക്ക് ഷൂസ് വാങ്ങണമായിരുന്നു. പിന്നെ വൈറ്റ് ഷൂ ആണ് ആദ്യം വേണമെന്ന് വെച്ചത്. പിന്നെ വൈറ്റ് ഷൂ വേണ്ട, ബ്ലാക്ക് ഷൂ മതിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ക്യാരി ബാഗ്, പിന്നെ ബോട്ടിൽ, അങ്ങനെ കുറേ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പിന്നെ നേരെ ഞാനും പിന്നെ അവന്മാരും കൂടി സ്കൂളിൽ വന്നു കേട്ടോ. ഞാനും മക്കൾ മാത്രമേ വന്നുള്ളൂ. സ്കൂളിൽ വന്നിട്ട് നമ്മുടെ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നേ, അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നെക്സ്റ്റ് ബുധനാഴ്ച സ്കൂൾ ഓപ്പൺ ആവുകയാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇനി ഇവർക്ക് ടെക്സ്റ്റും എങ്കിലും മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുത്തെങ്കിൽ മാത്രമേ യൂണിഫോമും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് ഫോമെല്ലാം ഫില്ല് ചെയ്തിട്ട് പിന്നെ നമ്മൾ ടെക്സ്റ്റും യൂണിഫോമും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിങ്ങ് വന്നു കേട്ടോ. അപ്പോൾ ടെക്സ്റ്റൊക്കെ ഇതാണ് വരുന്നത്. മൊത്തത്തിൽ 9 ടെക്സ്റ്റ് ഉണ്ട്. 2 പേർക്കും 9 ടെക്സ്റ്റ് വീതമുണ്ട്. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്കൂളാണ്. പിന്നെ ഒരു 10-15 മിനിറ്റ് ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ടൗൺ ടച്ച് ചെയ്യാതെ നമുക്ക് സ്കൂളിലേക്ക് വരാൻ പറ്റും. അങ്ങനെ പിന്നെ തന്നെ ഞങ്ങൾ പിന്നെ സ്കൂട്ടിയിലാണ് വന്നത്. അപ്പം ഇന്ന് മഴ ഒന്ന് മാറി നിന്ന സമയത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. മഴയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്തായാലും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ വന്ന സമയത്തും അതുപോലെ തിരിച്ച് വീട്ടിലെത്തിയ സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റ് എല്ലാം ഒന്ന് നമ്മൾ നോക്കി എടുത്ത് വെക്കുകയാണ്. അപ്പം ഈ ടീഷർട്ട് എന്ന് വെച്ചാൽ അവർക്ക് ബുധനാഴ്ച ദിവസം ഇവർക്ക് ടീഷർട്ടും പിന്നെ ബ്ലൂ പാൻറ്റും ആണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ടീഷർട്ട് അവിടെ നിന്ന് സ്കൂളിൽ നിന്ന് തരുന്നതാണ്. അപ്പോൾ കറക്റ്റ് അളവ് നോക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനെ കൊണ്ട് അവിടെ അടുത്ത് തന്നെ ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തേ. അപ്പം ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെ അറിയാം കേട്ടോ, കാരണം ഈ സ്കൂളിലെ യൂണിഫോമൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇവിടെയാണ്. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ അവരുടെ അളവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു, കാരണം ഒരുപാട് സമയമൊന്നും എടുത്തില്ല. ഞായറാഴ്ച സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടൗണിലൊക്കെ പോകേണ്ടി വരുമായിരിക്കുന്നു. പക്ഷേ സ്കൂളിൻ്റെ അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് അതും ഒരു ഉപകാരമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോകാൻ തുടങ്ങുകയാണ്, വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഇനിയുണ്ട് ജോലി, അവരുടെ മുടിയൊക്കെ വെട്ടാൻ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇനിയിപ്പോൾ ലച്ചുവിനെയും കൂടെ കൊണ്ടുപോകണം മുടി വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവളുടെയും മുടി ഒരുപാട് വളർന്നിട്ടുണ്ട്. അപ്പോൾ അവൾക്കും ഒന്ന് ജസ്റ്റ് മുടി ഒന്ന് വെട്ടി കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അവരുടെ ടെക്സ്റ്റും എല്ലാം കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നമ്മുടെ വണ്ടി ഒന്ന് കവറൊക്കെ ഇട്ട് വെച്ചു, കാരണം മഴയൊക്കെ പെയ്താൽ ഇലക്ട്രിക് ആയതുകൊണ്ട് നമുക്കൊരു പേടിയുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ വെളിയിലിരിക്കുന്നത് കൊണ്ട് ഞാൻ വീടിനകത്ത് കയറ്റി വെച്ചില്ല. ടൗണിൽ വല്ലതും പോകണമെങ്കിലോ എന്ന് വെച്ചിട്ട് അപ്പോൾ വെളിയിൽ വെച്ചേക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോൾ പിന്നെ അവരുടെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് നോക്കി കേട്ടോ. പിള്ളേരല്ലേ, അപ്പോൾ ഞങ്ങളും ഇങ്ങനെയൊക്കെയാണ്, പുതിയ ടെക്സ്റ്റ് കിട്ടുമ്പോഴും ബുക്ക് കിട്ടുമ്പോഴും അതെന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ, നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അവരുടെ ആ ഒരു ആകാംക്ഷയാണ് കേട്ടോ കാണുന്നതല്ല. അപ്പോൾ ചേച്ചിയുടെ മോള് അവൾ 5-ലാണ് ഇനി. അപ്പം അവൾ എല്ലാവരും കൂടി ഇരുന്ന് ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ എല്ലാം നോക്കിയിട്ട് ഒതുക്കി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊതിയുന്നത് ഒരു പണിയാണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്മ നല്ല ചിക്കൻ കറിയും മോര് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു.
പിന്നെ വന്ന ഉടനെ കയ്യോടെ അമ്മ 2 ഇഡലി തന്നു കേട്ടോ. വിശന്ന് വന്നെന്ന് വെച്ചിട്ട് ഇഡലിയും ചിക്കൻ കറിയും കൂടെ ചിക്കൻ കറിയുടെ ഉപ്പ് നോക്കാൻ തന്നതാണ്, കൂട്ടത്തിൽ 2 ഇഡലിയും കൂടെ തന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ചിട്ട് ഞാൻ നല്ല കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നേ. അമ്മ കഴുകിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഞാനാ പറഞ്ഞത് വെച്ചേക്ക് ഞാൻ കഴുകാമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ നല്ല പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് ഇനി ചോറ് കഴിക്കണം. ചോറ് കഴിച്ചിട്ട് വേണം ഇനി വൈകുന്നേരം ഒന്ന് മുടി വെട്ടാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഞാൻ സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് അമ്മയോടും ഒക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന സ്കൂളാണ്, ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളായതുകൊണ്ട് എല്ലാവർക്കും സ്കൂളൊക്കെ അറിയാവുന്ന തന്നെയാണ്. പിന്നെന്താ, നമ്മുടെ അടുത്തുള്ള ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ സ്കൂളിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കയ്യിൽ നേരത്തെ പോയതിൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ പിന്നെന്താ, പിന്നെ വേറെ വീട്ടിലെ വിശേഷങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മളിതുപോലെ ഇങ്ങനെ യാത്രയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്കൊന്ന് മയങ്ങി എഴുന്നേറ്റ ശേഷം പിന്നെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് വന്നേ. 3 പേരുടെ മുടി ഒന്ന് വെട്ടണമായിരുന്നു. പിന്നെ അപ്പോൾ 3 പേരെയും കൊണ്ടുവന്നു അവരുടെ മുടിയൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി. അപ്പം എല്ലാവർക്കും ഭയങ്കര വിഷമം, മുടി വെട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഭയങ്കര വിഷമം. മൂത്തവനാണ് ഏറ്റവും കൂടുതൽ വിഷമമായത്, അവൻ്റെ മുടിയുടെ നീളം കുറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ പിന്നെ ലച്ചുവിന് നമ്മളൊരു ബോയ്സ് കട്ട് പോലെയാണ് വെട്ടിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അവൾക്ക് വേറൊരു ഹെയർ സ്റ്റൈലൊരു ആണുങ്ങളുടെ മാതിരി ഒരു ഹെയർ സ്റ്റൈലൊക്കെയാണ് വെച്ചത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഒരു കൊച്ചു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു തിരക്ക് പിടിച്ച ഒരു ഓട്ടമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് കിട്ടിയ ഗ്യാപ്പിലൊക്കെ ഞാൻ ജസ്റ്റ് കൊച്ചു വീഡിയോ എടുത്തോന്നേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, ഇനി നമുക്ക് സ്കൂൾ ഓപ്പൺ ആവുന്നത് അടുത്ത ബുധനാഴ്ചയാണ്. അപ്പോൾ ബുധനാഴ്ച തന്നെ അവർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ ഞങ്ങൾ മുടിയൊക്കെ വെട്ടിയിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ ചേച്ചി ട്യൂഷൻ എടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ ലച്ച് കുറച്ച് ഷോയൊക്കെ കാണിച്ച ശേഷം ഞങ്ങൾ നേരെ വീട്ടിൽ കയറി മേളിൽ പോയി. ഇനി ചെന്നിട്ട് കുളിക്കണം, വിളക്ക് കത്തിക്കണം, അങ്ങനെ വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ.